ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചേന മെഴുക്കുവരട്ടിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കിടിലൻ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ചേന മെഴുക്കുവരട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനൊരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. അത് തലേന്ന് കഴുകി ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഉണങ്ങിയിരുന്നില്ലെങ്കിൽ വെള്ളമൊക്കെ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കൈയൊക്കെ ഒന്ന് ചൊറിയും. കത്തി ഉണങ്ങിയത് ആണെങ്കിലാണ് പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈയൊക്കെ ചൊറിയാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തേക്കണത് ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്തിട്ട് ചേന മുറിച്ചെടുത്തു. എന്നിട്ട് അത് അടുപ്പിൽ കൊണ്ടുപോയിട്ടു. ഞാൻ അരി അടുപ്പത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ തീ കനലിൽ കിടക്കുമ്പോൾ നമ്മുടെ കൈക്കൊന്നും ചൊറിച്ചിലുണ്ടാവില്ല. അത് പഴയ ആൾക്കാർ കേട്ടേക്കുന്നതാണ്. അപ്പോൾ വീട്ടിൽ ഉമ്മച്ചിയൊക്കെ അങ്ങനെ ചെയ്യണണ്ട് പഠിച്ചേക്കണേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചൊറിയല്ല. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തൊക്കെ ചെറുതായിട്ട് ഇതേ രീതിക്ക് കട്ട് ചെയ്തെടുത്തു. കഴുകി എടുക്കുകയും ചെയ്തു. അത് ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടിയോടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് വെന്തോന്ന് അറിയാനൊക്കെ ആയിട്ടൊന്ന് നോക്കണം. കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. നമ്മുടെ ചേനയൊക്കെ വെന്തിട്ടുണ്ട്. ചേനയുടെ വച്ചേർന്ന ചട്ടി ഒഴിവാക്കിയിട്ട് ഞാൻ ചട്ടി കഴുകിയെടുത്ത് ഒന്നുകൂടി അടുപ്പത്തേക്ക് വച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേർന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കാം. നമുക്കിനി നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് 1 മിനിറ്റ് വരെ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം.
വെന്തേക്കണയാണ്, എന്നാലും നമ്മുടെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി. അപ്പം നമ്മുടെ ചേന മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേന മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കിടിലൻ ടേസ്റ്റാണ്, ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരെ. അതുവരേക്കും അസ്സലാമു അലൈക്കും.